നമസ്കാരം. മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം. പുതിയ ആറുവരിപ്പാത സർവീസ് റോഡിൽ കൊളപ്പുറം ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ ഒരു ഗ്യാസ് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു. 4:45 കൂടിയാണ് ഇന്ന് പുലർച്ചെ 4:45 കൂടിയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. വാഹനം അവിടെ അമ്പ് ചാടിയപ്പോൾ നിയന്ത്രണം വിട്ടെന്നാണ് ഡ്രൈവർ പറയുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് ഉറങ്ങി എന്നുള്ള ആവശ്യം. പിന്നീട് ഇവർ അറിയിച്ച പ്രകാരം ഞങ്ങൾ അവിടുന്ന് കക്കാട്ടുനിന്ന് ഓടിയെത്തി. അപ്പോൾ നാട്ടുകാരും എല്ലാവരും പിന്നെ വയ്യൊക്കെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി, തിരുവങ്ങാടി പോലീസ് വിളിച്ചു വരുത്തി. ഏതായാലും ഗ്യാസ് ലീക്കില്ല, ഡീസൽ ടാങ്കാണ് ലീക്കുള്ളത്. ഡീസൽ കംപ്ലീറ്റ് പുറത്ത് പോയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. KET പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഗതാഗതം തിരിച്ചുവിട്ടു. വലിയൊരു അപകടത്തിൽ നിന്നാണ് കൊളപ്പുറം ഇന്ന് രക്ഷപ്പെട്ടത്. രാത്രി പരിശോധന കർശനമാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊളപ്പുറത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ അപകടം ഇവിടെ നിത്യസംഭവങ്ങളാണ്. നമുക്കറിയാം, ഈ ഡിവൈഡർ ഇവിടെ ഒരാഴ്ച ആയിട്ടുള്ള ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഈ ഭാഗം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇങ്ങോട്ട് ഉള്ളിലേക്ക് മറിഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒരുപാട് ആൾക്കാർ ഉറങ്ങുന്ന വരേണ്ട, ഇവരെ ജോലിക്കാർ വരെ. ഇത് കോട്ടയത്തേക്ക് പോകണമെന്ന് പറഞ്ഞു, മംഗലാപുരത്ത് നിന്ന് വരികയാണെന്ന്. ഇവന് ചോദിക്കുമ്പോഴേ അമ്പ് ചാടി വന്നപ്പോൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അമ്പ് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൈവേയിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ, ഇത്രയും ഗ്യാസ്, ഇത്രയും വലിയ വണ്ടിയാണ്. ഈ വണ്ടിയിൽ നിർബന്ധമാണ് 2 പേര് നിർബന്ധമാണ് പോകണമെന്നുണ്ടെങ്കിൽ. അത് ഒരു ഡ്രൈവറെ മാത്രം വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇത്രയും രാത്രികാല ചെക്കിങ് നിർബന്ധമാക്കണം. രാത്രികാല ഈ വാഹനങ്ങളിൽ വെള്ളമടിച്ച് പോകുന്ന ഈ വിഷയത്തിനൊക്കെ പരിഹാരം ഉണ്ടാവണം. കാരണം നമ്മൾ ഇതിനൊരു സ്പെഷ്യൽ ചെക്കിങ് തന്നെ നിർബന്ധമായിട്ട് ഇതിനൊക്കെ ഏർപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാത്രികാല അപകടങ്ങൾ കൂടിയിട്ടുണ്ട്. ഇതിന് പരിഹാരമാണെങ്കിൽ ഇതൊക്കെ മാർഗങ്ങളുള്ളൂ. പിന്നെ നമുക്കറിയാം, അവരെ അത്രയും വലിയൊരു അമ്പ് അവിടെ ഇട്ടിട്ട് അവന് കണ്ടിട്ടില്ല. ഈ ഓവർബ്രിഡ്ജിൻ്റെ മേൽക്കൂടെ വന്നിട്ട് നമുക്കിത് ഇത്രയും ഒരു സംഭവം, ഇതിന് ഈ ഗ്യാസിന് വല്ല ലീക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ കൊളപ്പുറത്തിനാകുമ്പോൾ സ്ഥിതി ആകെ മാറിയിട്ടുണ്ടാവും. സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ മലപ്പുറം സ്റ്റോറീസിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആരും അടിച്ചൊന്നുമില്ല.
അവർക്ക് കുറച്ച് ഉണ്ടാക്കി അതായത് നമുക്ക് ആരില്ല അതിലൊക്കെ അങ്ങനെ ഒക്കെ അവർക്ക് ഉണ്ടാക്കിയാണ്ട്
നമുക്കറിയാം ചേളാരി ഉണ്ടായ മുൻ അപകടങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ അപകടങ്ങളാണ്. അപ്പോൾ ഇത് ഒരാഴ്ച മുന്നേ ഇത് നിർമ്മിച്ച് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ട് ഇറക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് കീപ്പിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ അധികാരികൾ കണ്ണ് തുറന്ന് പരിശോധന ശക്തമാക്കണം. രാത്രികാല ചെക്കിങ് വളരെ സജീവമാക്കുമ്പോൾ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ. കാരണം അവനോട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇത് ഇത്രയും പറയാൻ കാരണം ഇപ്പോൾ പോലീസ് വന്ന് പരിശോധന നടത്തിയപ്പോൾ ഉറപ്പായി അവൻ മദ്യപിച്ചിക്കണമെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ അധികാരികൾ ഒന്ന് കണ്ണ് തുറന്ന് നമ്മൾ പ്രവർത്തിതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല എങ്കിലും ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ അമ്പ് ചാടിയിട്ട് ഈ ജനങ്ങളെ ഒന്ന് പറഞ്ഞപ്പോൾ ഈ ഡിവൈഡർ എന്തിനാ ഇവിടെ വെച്ചെന്നാണ് പോകാൻ ചോദിക്കുന്നത്. അതൊരു പക്ഷം മദ്യപിച്ചതുകൊണ്ട് പറയായിരിക്കും, അല്ലാതെ പിന്നെ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളൊക്കെ അഹിബ വെച്ച് വരികയാണ്, വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയും വെക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളിലൊക്കെ ഈ വണ്ടികൾ കയറി വരുന്നിടത്തൊക്കെ ബോർഡുകളും വെക്കാനുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, ഇല്ല എന്നുള്ളതല്ല. വർക്കുകൾ തീർന്നു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇവിടെ നിന്നുണ്ട്. ഇപ്പോൾ എത്രയോ ജനങ്ങൾ ബുദ്ധിമുട്ടില്ല ഈ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വാഹനങ്ങൾ ആ ഭാഗങ്ങൾ വൺ സൈഡ് തിരിച്ചു വിട്ടിട്ടാണ് പോകുന്നത്.
പഴയ സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ കുളപ്പുറം വഴി ചുറ്റി പിന്നെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ പോകുന്നത്. കോഴിക്കോട് നിന്ന് വരുന്ന വണ്ടികളൊക്കെ പഴയ സർവീസ് റോഡ് കുളപ്പുറം അങ്ങാടിയിൽ കൂടെയാണ് ചുറ്റി പോകുന്നത്. അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടില്ല, വാഹനങ്ങൾ പോകാനൊന്നും ഇപ്പോൾ താൽക്കാലിക ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ദുരിതം ഇത്രയും വലിയൊരു വിഷയം ഇവിടെ സംഭവിക്കാതെ കഴിച്ചിലായതാണ്. കാരണം ആ ടാങ്കിലേക്കൊന്നും സംഭവിച്ചിട്ടില്ല.